പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു ചെറുപയർ മുറുക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഒരു ചെറുപയർ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 20 ml കപ്പിൽ 1 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ തോടൊക്കെ കളഞ്ഞിട്ടുള്ള ആ ഒരു ചെറുപയർ പരിപ്പ് എടുക്കണം. തോട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു മുറുക്ക് വേറൊരു കളറായി പോകും. ഇതിപ്പം എല്ലാ ഷോപ്പിലും കിട്ടും, പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ തോടില്ലാത്തത്. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലൊരു മണം വന്ന് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് ഒരു അരിപ്പയിൽ വെച്ച് ഒന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ തരികൾ, അത് നമുക്ക് കളഞ്ഞേക്കാം. ഇനി 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാട്ടോ എടുത്തേക്കുന്നത്. ഇനിയും 1 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയും അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്നുകിൽ ചതച്ചെടുക്കാം, ഇല്ലെങ്കിൽ ക്രഷ് ചെയ്ത് ഇട്ടാലും മതി. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുറുക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനു മുൻപ് മുറുക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാരറ്റ് മുറുക്ക്, ഒരെണ്ണം നമ്മുടെ സാധാരണ അരിമുറുക്ക്. രണ്ടും നല്ല റെസിപ്പി ആട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് ചൂടുവെള്ളം വേണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് അരിപ്പൊടി എടുത്തേക്കെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ചതച്ചത് ഇതുപോലെ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ ഒരു മുറുക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. വെളുത്തുള്ളിയുടെ നല്ലൊരു മണവും ഒരു രുചിയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു വെളുത്തുള്ളി വെള്ളം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ചെറിയ ചൂടിൽ കൈവച്ച് നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതിപ്പം നന്നായി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മുറുക്കിൻ്റെ അച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് സ്റ്റാറിൻ്റെ അച്ച്. ഇനി നമുക്ക് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് സേവനാഴിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ സിമ്പിളായിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ 2 വീഡിയോസ് ചെയ്തതും റൗണ്ട് ഷേപ്പിൽ തന്നെയാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇത് വളരെ എളുപ്പമാട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ചെറുപയർ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ വ്യത്യാസമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പിയുമാണ്. അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ മുറുക്കിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.